എക്സലന്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു കൂട്ടം ആളുകളുടെ ലിസ്റ്റിൽ നിന്നും വളരെ റാൻഡമായിട്ട് ആളുകളെ പിക്ക് ചെയ്ത് നമ്മൾക്കിഷ്ടമുള്ള സൈസിലെ ടീമുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഇവിടെയുള്ള ഈ ലിസ്റ്റ് നോക്കുക. 24 ആളുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഈ ലിസ്റ്റിൽ നിന്നും റാൻഡമായിട്ട് പിക്ക് ചെയ്ത 6 പേരുടെ 4 ടീമുകൾ ഇവിടെ കാണാം. ഇനി ടീം സൈസ് ഞാൻ ചേഞ്ച് ചെയ്താൽ ടീം സൈസ് 4 ആക്കുമ്പോൾ 4 പേരുടെ 6 ടീം ഇവിടെ വന്നു. ടീം സൈസ് 8 ആക്കുന്നു. 8 പേരുടെ 3 ടീമുകൾ നമുക്ക് കിട്ടി. സോ എങ്ങനെയാണ് ഒരു ലിസ്റ്റിൽ നിന്നും റാൻഡമായിട്ട് ആളുകളെ പിക്ക് ചെയ്ത് ഇത്തരം ടീമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നേരത്തെ കണ്ട അതേ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഈ ലിസ്റ്റിൽ നിന്നും റാൻഡമായിട്ട് 6 പേരെ വീതം പിക്ക് ചെയ്ത് 4 ടീമുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഈ പേരുകൾക്ക് നേരെ റാൻഡം നമ്പറുകൾ ജനറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ കോളത്തിന് ഞാൻ റാൻഡം എന്ന് പേര് കൊടുക്കുന്നു. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇനി ഈ സെല്ലിൽ റാൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഈക്വൽ റാൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ സെല്ലിൽ ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യപ്പെട്ടു. 1നും 0നും ഇടയിലുള്ള ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനാണ് റാൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, റാൻഡ് ഫംഗ്ഷൻ ഒരു വോളറ്റൈൽ ഫംഗ്ഷനാണ്. അതായത് ഈ വർക്ക്ഷീറ്റ് നമ്മൾ എപ്പോഴൊക്കെ ഒരു ചേഞ്ച് വരുത്തുന്നു അപ്പോഴെല്ലാം ഈ ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് ഒഴിവാക്കാനായിട്ട് ഈ സെല്ലുകൾ കോപ്പി ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കോപ്പി, റൈറ്റ് ക്ലിക്ക്, വാല്യൂസായിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് ഈ ഓരോ സംഖ്യയുടെയും ഈ ലിസ്റ്റിലുള്ള റാങ്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ കോളത്തിന് ഞാൻ റാങ്ക് എന്ന് പേര് കൊടുക്കുന്നു. ഇനി റാങ്ക് ഫംഗ്ഷൻ ഈക്വൽ റാങ്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ, ഇനി സംഖ്യകളുടെ ലിസ്റ്റ്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിലുള്ള സെൽ റെഫറൻസുകളെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുക. അതിനുവേണ്ടി സെൽ റെഫറൻസുകൾ സെലക്ട് ചെയ്യുന്നു, F0. നോക്കുക, സെൽ റെഫറൻസുകൾ അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഈ കാണുന്ന സംഖ്യയുടെ ഈ ലിസ്റ്റിലുള്ള റാങ്കാണ് നമുക്കിവിടെ കിട്ടിയത്, 12. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഈ ലിസ്റ്റിലെ ഏറ്റവും വലിയ സംഖ്യയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഏറ്റവും ചെറിയ സംഖ്യ, അതായത് 24ാം റാങ്ക്. അടുത്ത സ്റ്റെപ്പ് ഈ റാങ്കിനെ ടീം സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കോളത്തിന് ഞാൻ ഡിവൈഡ് എന്ന് പേര് കൊടുക്കുന്നു. ഈക്വൽ റാങ്ക് ഡിവൈഡഡ് ബൈ ടീം സൈസ്. ഇനി രണ്ടാമത്തെ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറ്റുക, F4, എൻ്റർ. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഈ കാണുന്ന ഓരോ സംഖ്യയും തൊട്ട് മുകളിലുള്ള ഇൻറ്റിജറായിട്ട് റൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കോളത്തിന് ഞാൻ റൗണ്ട് എന്ന് പേര് കൊടുക്കുന്നു. സംഖ്യകളെ തൊട്ട് മുകളിലുള്ള ഇൻറ്റിജറായിട്ട് റൗണ്ട് ചെയ്യാനായിട്ട് സീലിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഈക്വൽ സീലിംഗ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ, 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുക. നോക്കുക, ഇവിടെയുള്ള എല്ലാ സംഖ്യകളും തൊട്ട് മുകളിലുള്ള ഇൻറ്റിജറായിട്ട് റൗണ്ട് ചെയ്യപ്പെട്ടു. ഇനി ഈ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4 എന്നിങ്ങനെ 4 സംഖ്യകൾ കാണാം. ഈ 4 സംഖ്യകളും ടീം നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 2 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ വരികൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ടീം നമ്പർ 2ലെ 6 ആളുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അതിനുവേണ്ടി 2 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽസ് വാല്യൂ. ഈ കാണുന്നതാണ് ടീം നമ്പർ 2ലെ 6 ആളുകൾ.
ഇനി ടീം നമ്പർ 3 ആളുകളെ കിട്ടണമെങ്കിൽ 3 ഓക്കെ. ഇനി ടീമിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെയുള്ള വാല്യൂസ് മാറുന്നത് കാണാം. ടീമിൻ്റെ സൈസ് 8 ആക്കുന്നു. ഒന്ന് 2 3 എന്നിങ്ങനെ 3 സംഖ്യകൾ 3 ടീമിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടീം നമ്പർ 3 ആളുകൾക്ക് വേണ്ടി നമുക്ക് ഈ കാണുന്നതാണ് ടീം നമ്പർ 3 ആളുകൾ. ടീം നമ്പർ 1. ഇനി ഓരോ ടീമിലെ ആളുകളുടെ ലിസ്റ്റ് ഇങ്ങോട്ടേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എക്സലിലെ ഡൈനാമിക് അറേ ഫോർമുലാസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഫിൽട്ടർ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇത് സാധിക്കും. 1 2 8 വരെയുള്ള സംഖ്യകളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഈ സെല്ലിൽ ഫിൽട്ടർ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഈക്വൽ ഫിൽട്ടർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് അറേ ആളുകളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. സെൽ റെഫറൻസിനെ അബ്സൊല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുന്നു. F4 കോമ. ഇനി ടീമിൻ്റെ കോഡ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. F4 ഈക്വൽ. ആദ്യം ഒന്നാമത്തെ ടീമിലെ ആളുകളുടെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി 1 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ടീമിലെ ആളുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കിട്ടി. വീണ്ടും ഒന്നുകൂടെ നോക്കാം. ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ ഫിൽറ്റർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കാൻഡിഡേറ്റ്സിൻ്റെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. F4 കോമ. ടീമുകളുടെ കോഡുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഈക്വൽ. ടീമിൻ്റെ കോഡ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ എൻ്റർ. 8 പേരടങ്ങുന്ന 3 ടീമിൻ്റെ ലിസ്റ്റ് ഇവിടെ കിട്ടി. ഇനി ഈ സെല്ലിൽ 6 എന്ന സംഖ്യ ഉപയോഗിക്കുമ്പോൾ, അതായത് ടീം സൈസ് 6 ആക്കിയാൽ 6 പേരടങ്ങുന്ന 4 ടീം നമുക്കിവിടെ കിട്ടി. ഫിൽട്ടർ ഫംഗ്ഷൻ അവൈലബിൾ അല്ലാത്തവർക്ക് വളരെ ലെങ്തി ആയിട്ടൊരു ഫോമുല ഉപയോഗിക്കേണ്ടി വരും. അതുകൂടെ ഒന്ന് കാണിക്കാം. ഈ ഷീറ്റിൻ്റെ മറ്റൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു. ഫോമുല ഡിലീറ്റ് ചെയ്യുന്നു. ഫോമുല ബാറിൽ ഈക്വൽ ഇഫ് എറർ ഫംഗ്ഷൻ ഇൻഡെക്സ് ഫംഗ്ഷൻ കാൻഡിഡേറ്റ്സിൻ്റെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. F4 കോമ സ്മോൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടീമുകളുടെ കോഡുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. F4 ഈക്വൽ. ടീമിൻ്റെ കോഡ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈ സെൽ റെഫറൻസിലെ റോ ഇൻഡെക്സിനെ $സിംബൽ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നു. കോമ റോ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വീണ്ടും ടീം കോഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. F4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മൈനസ് ഈ സെല്ലിന് മുകളിൽ എത്ര സെല്ലുകളുണ്ടോ ആ സംഖ്യ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 4 കോമ ഡബിൾ കോഡ്സ് ഇഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു. കോമ റോസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെയുള്ള ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക. F4 കോളൻ. വീണ്ടും ഈ സെല്ല് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 2 തവണ കൂടി. കോമ ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഫോമുല താഴേക്ക് കോപ്പി ചെയ്യുക. ഇനി വശങ്ങളിലേക്ക്. ടീം സൈസ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നു. 8. ഇനി ഈ ടീമിനെ ഒന്നുകൂടെ ഷഫിൾ ചെയ്യണമെങ്കിൽ
ഈക്വൽ റാൻഡ് ഫംഗ്ഷൻ, എൻ്റർ. ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇന്നത്തെ എക്സൽ ടിപ്പ് വീഡിയോ പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള എക്സൽ ടിപ്പ് വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.